അതുകൊണ്ട് സുശീല വാതുറന്ന് എന്ത് പറയുന്നുള്ള കാര്യത്തിൽ എനിക്ക് നല്ല പേടിയുണ്ട്. അങ്കിൾ എന്തിനാ പേടിക്കുന്നത്? ഇനിയിപ്പോ അങ്കിള് ഞാനറിയാതെ വേറെ വല്ല കൊട്ടേഷൻ വർക്ക് കൊടുത്തിട്ടുണ്ടോ? നീ ആവശ്യപ്പെട്ടൊരു കാര്യത്തില് ഒരിക്കൽ ഞാൻ സഹകരിച്ചെന്ന് വെച്ചേ എന്റെ മുഖത്ത് നോക്കി എന്തും പറയാന്ന് വിചാരിക്കരുത്. ദാസ് ആരാണെന്ന് നിനക്കറിയാലോ, ഇല്ലെങ്കിൽ സച്ചിക്കറിയാം. അങ്കിളെ സോറി, ഞാനൊരു ജോക്ക് പറഞ്ഞല്ലേ. അങ്കിൾ അത് ഇങ്ങനെ എടുക്കുമെന്നൊന്നും ഞാൻ വിചാരിച്ചില്ല. എടാ, ആസിഫിന്റെ മൊഴിയെക്കുറിച്ച് പോലീസ് ചോദിക്കുമ്പോൾ സുശീല എന്തുത്തരം പറയും? അതാണ് എനിക്കറിയേണ്ടത്. അത് അവരോട് തന്നെ ചോദിക്കണം അങ്കിളെ. നമ്മളും അവരും തമ്മിലുള്ള ഡീല് സുശീല ആന്റി ഹോസ്പിറ്റലിൽ നിന്ന് ഇറങ്ങുന്നതോടുകൂടി അവസാനിക്കും. ഈ ഹോസ്പിറ്റൽ ബില്ലും ഡോക്ടർക്ക് കൊടുക്കാനുള്ള ഫീസും ഒക്കെ അതൊക്കെ ഞാൻ സെറ്റ് ചെയ്തിട്ടുണ്ട്. അത് തന്നെ നല്ലൊരു എമൗണ്ട് വരും അങ്കിളെ. അപ്പോ സുശീലയ്ക്ക് നമ്മൾ ഓഫർ ചെയ്തത് നീ കൊടുക്കലെന്ന് തന്നെയാണോ? അത് ഞാൻ ഒരിക്കലും അങ്കിളിനെ വിളിച്ചപ്പോൾ പറഞ്ഞാണല്ലോ. മഞ്ചാടിയുടെ കല്യാണം ഒരു ദിവസത്തേക്ക് മുടക്കാൻ വേണ്ടി മാത്രമാണ് ഹാർട്ട് അറ്റാക്കിന്റെ കാര്യം സുശീല ആന്റിയോട് നമ്മൾ പറഞ്ഞത്. എന്നാ കല്യാണം മുടങ്ങിയത് ആ ജീവൻ രാജ് പുഴയെ വീണുകൊണ്ട് മാത്രമാ. അതുകൊണ്ട് സുശീല ആന്റിക്ക് യാതൊരു പ്രതിഫലത്തിനും അർഹതയില്ല. പക്ഷേ കല്യാണം മുടക്കാൻ സുശീല തന്നെയാണ് ജീവനെ അപകടപ്പെടുത്തിയെങ്കിലോ? ആസിഫിന്റെ മൊഴി വെച്ച് അങ്ങനെ ഒരു സാധ്യത കൂടി ഇല്ലേ? എങ്കിലത് സുശീല ആന്റി നമ്മളോട് തുറന്നു പറയണം. ജീവൻ രാജിന്റെ ഡെഡ് ബോഡി പോലും കിട്ടാത്തതിന്റെ പിന്നിൽ അവരാണെന്ന് സമ്മതിച്ചാൽ ഓക്കെ, ഞാൻ ഓഫർ ചെയ്തതിന്റെ ഇരട്ടി ഞാൻ കൊടുത്തിരിക്കും.